എമ്പുരാൻ സിനിമ പുറത്തിറങ്ങിയതോടുകൂടി തന്നെ നമ്മൾക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. കേരളത്തിലെ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ഹിന്ദു വിരുദ്ധ കൂട്ടായ്മ അത് എത്ര വലിയ രീതിയിലുള്ള സാമ്പത്തികം ഇറക്കിയാണെങ്കിലും രാജ്യത്ത് നടന്നിട്ടുള്ള പല സംഭവങ്ങളെയും വളച്ചൊടിക്കാനുള്ള ഒരു നിലപാടെടുക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഇവർ എന്നുള്ളത് ഒരു തർക്കമില്ലാതെ തന്നെ മനസ്സിലാക്കാം. പക്ഷേ ഇവർക്ക് പൂർണ്ണമായിട്ട് ഇവരുടെ നട്ടലൊടിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു തർക്കവുമില്ല. എമ്പുരാൻ സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും പൂർണ്ണമായിട്ടും രാജ്യത്തെ ഹൈന്ദവ സംഘടനകളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തു വിടുന്നത് മാത്യു സാമുവൽ എന്ന് പറയുന്ന രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ പല കോണ്ടാക്റ്റുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ഈ ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വീഡിയോകളും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്റംഗ് ദളിന്റെയും കാര്യകർത്താക്കളെ വിളിച്ച് എമ്പുരാൻ ടീം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിഷയം അത് ഒരു നിസ്സാരമായിട്ട് കാണണ്ട. കാരണം RSSന്റെ ഓർഗനൈസർ എന്ന് പറയുന്ന മുഖപത്രത്തിൽ പൂർണ്ണമായിട്ടും ഈ എമ്പുരാൻ സിനിമ ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ള സിനിമയാണെന്നും പൃഥ്വിരാജിന്റെ പല സിനിമകളിലും ഇതേ നിലപാടുകൾ സ്വീകരിക്കുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു നിലപാടെടുത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു കലാപം ഉണ്ടാകാനുള്ള കാരണക്കാരായിട്ടുള്ള ജിഹാദി ഭീകരതയെ കൃത്യമായിട്ട് വെള്ളപൂശുന്ന മറച്ചു പിടിക്കുന്ന ഒരു സംഭവം. അതോടൊപ്പം തന്നെ NIA എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഭീകരവാദികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തുന്ന ഈ ഒരു സംവിധാനത്തെ പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സിനിമ കണ്ട ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ED വന്ന് അന്വേഷണം നടത്തേണ്ട സ്ഥലത്ത് NIA വന്ന് അന്വേഷണം നടത്തുന്നു. കാരണം മഞ്ജു വാര്യരെ ഈ സിനിമയിൽ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് NIA ആണ്. NIA എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾക്കറിയാം, ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ് NIA അറസ്റ്റ് ചെയ്യുന്നത്. ED ഒരിക്കലും ഈ പറയുന്ന തീവ്രവാദികളെ ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മഞ്ജു വാര്യർ ഈ വിഷയത്തിൽ ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു കേസ് എടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയം ചെയ്തിരിക്കുന്നു ഈ NIA തന്നെ ഡയറക്റ്റ് എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ ED വരുന്ന സ്ഥലത്ത് NIA വരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ മുഴുവനും തന്നെ NIA വലിയ തരത്തിൽ തന്ത്രപൂർവ്വം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ കൃത്യമായിട്ടുള്ള ദുരുപയോഗം എന്നുള്ള രീതിയിലാണ് ഇവിടെ NIA പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളൊന്നും പൂർണ്ണമായിട്ടും ഈ ഭീകരവാദ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളല്ല, ഒരു രാഷ്ട്രീയ സംഘടനാ വിരോധം മാത്രമാണ് BJP ഇതിലൂടെ തീർത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്ന ഒരു സംഭവമാണ് എമ്പുരാൻ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഈ സിനിമ എമ്പുരാൻ സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് കേരളത്തിന്റെ മതേതരത്വം അല്ലെങ്കിൽ കേരളത്തിന്റെ ജനാധിപത്യം, ഇവിടെയുള്ള എമ്പുരാൻ സിനിമ പുറത്തു വന്നതിന് ശേഷം ഈ കേരളത്തിലെ മതേതരത്വം, ജനാധിപത്യം ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുമായിട്ട് വലിയ രീതിയിൽ ഉത്കണ്ഠ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകൾ, ഈ ആളുകളോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അവർ പറയും, കേരളത്തിൽ ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഭീകരതയില്ല, തീവ്രവാദമില്ല, ഇങ്ങനെ ഒരു സംവിധാനവും ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണമാണ് ഇവന്മാർ നടത്തുക. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, 2027 അഹമ്മദാബാദിൽ നടന്ന സ്ഫോടനം. ഈ സ്ഫോടനത്തിൽ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഈരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷിബിലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനടക്കം 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, 58ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു വലിയ സ്ഫോടനം. 24 സ്ഥലത്താണ് അന്ന് സ്ഫോടനം നടത്തിയത്. അതിൽ 39 പ്രതികളിൽ ഈ 3 പേര് നമ്മുടെ ഈരാറ്റുപേട്ടക്കാരാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്രത്തോളം വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നു. അത് 2007 എത്ര വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പൊ ഇതുപോലുള്ള നിരവധി കേസുകൾ, നിരവധി പ്രതികൾ പല ഘട്ടങ്ങളിലായിട്ട് രാജ്യത്തിന് പുറത്ത് നടക്കുന്ന ഭീകരവാദ ആക്രമണങ്ങളിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഭീകരതക്കെതിരെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ അവർ അധികാരത്തിലിരിക്കുന്ന സമയത്തോ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെ ഭാഗത്തുനിന്നോ
സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് സീറോയാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഇപ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സുഖമായിട്ട് സുഖലോലുപന്മാരായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നിലപാട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ തയ്യാറായി നിൽക്കുന്ന തീവ്രവാദികൾ നമ്മുടെ കേരളത്തിലുണ്ട്. എത്ര ഭീകരമാണ്! അതിന് ഉദാഹരണമാണ് തീഹാർ ജയിലിൽ കിടക്കുന്ന ഈ തീവ്രവാദ തലവന്മാർ എത്ര പേരുണ്ട്, എത്ര ആളുകളുണ്ട്. അവരെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം. അത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഉത്തരേന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു കലാപം, ആ കലാപത്തെ വളച്ചൊടിച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കിയ ആളുകളെ, ആദ്യം ആരംഭിച്ച ആളുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, കാരണക്കാരായവരെ മറച്ചു വെച്ചുകൊണ്ട് അതിനുശേഷം നടന്ന വിഷയങ്ങൾ മാത്രം പുറത്തേക്ക് കൊണ്ടുഇടുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്നുള്ള സംവിധാനം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെ തന്നെയാണ് എമ്പുരാൻ സിനിമയിലൂടെ നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് പ്രതിഷേധം ഉണ്ടാകുമല്ലോ. അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജറംഗ് ദളിന്റെയും പ്രവർത്തകരോട്, കാര്യകർത്താക്കളെ പോലും വിളിച്ചുകൊണ്ട് മാപ്പ് പറയുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എമ്പുരാൻ ടീം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്. അല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി 24 വെട്ടല്ല, ഇനി എത്ര വെട്ട് വെട്ടിയാലും മുന്നോട്ട് വെച്ച സംഭവം അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കലാപത്തെ പറ്റി നിങ്ങൾ കാണിക്കുന്നതിലൊന്നും ഇവിടെ പ്രശ്നമല്ല. കലാപം ഉണ്ടായിട്ടുണ്ട്, അവിടെ ആളുകൾ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇരു വിഭാഗങ്ങളിലെയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലെ യാഥാർത്ഥ്യം പുറത്ത് കൊണ്ടുവരുന്നതിന് പകരം പകുതി മാത്രം കൊണ്ടുവന്നുകൊണ്ട് പകുതി മാറ്റിവെക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് പല സിനിമകൾക്ക് നേരെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ വലിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ പൂർണ്ണമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ രാജ്യത്ത് പലതരത്തിലുള്ള പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജ്യദ്രോഹികൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ വെള്ളപൂശുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കാൻ ആര് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള, നട്ടലിനുറപ്പുള്ള ആളുകളുള്ള ഒരു നാടാണ് കേരളം എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. രാജ്യത്ത് ഗുജറാത്തിൽ മാത്രമല്ല, രാജസ്ഥാനിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, അല്ലെങ്കിൽ രാജ്യത്തിന്റെ BJP ഭരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാനും അത് ഭീകരവാദ സംവിധാനങ്ങളെ വെള്ളപൂശുന്ന സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആളുകൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തെളിയിച്ച ഒരു സമയമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധം കൊണ്ട് യഥാർത്ഥത്തിൽ എമ്പുരാൻ ടീം മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രത്തോളം ഇരുന്ന് കരഞ്ഞാലും ഈ കരച്ചിൽ മുഴുവൻ വെറുതെ വേസ്റ്റ് ആണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു കലാപത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ, NIA കള്ളപ്രചരണത്തിലൂടെ മാറ്റിയെടുക്കുന്ന തരത്തിലേക്ക് ഇതിനെ വെറുതെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രയോഗമെല്ലാം അല്ലെങ്കിൽ ഒരു ചിത്രീകരണം നടത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് വലിയ തരത്തിൽ ഇതുപോലെയുള്ള വലിയൊരു ഭരണകൂട ഭീകരതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെയാണ് പൂർണ്ണമായിട്ടും ഇവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള ദേശീയവാദികളായിട്ടുള്ള ജനങ്ങൾ വെറും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ മാത്രമാണ്. ഒരു പ്രതിഷേധമോ പുറത്ത് ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രം നടക്കുന്ന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഈ എമ്പുരാൻ ടീമിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.